എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തും അതുപോലെ കിടക്കാൻ പോകുന്നതിന് മുൻപും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയെന്നോ ഒരു അഫർമേഷനെന്നോ സെൻറ്റൻസ് എന്നോ നിങ്ങൾ യൂണിവേഴ്സിനോട് കൊടുക്കുന്ന ഒരു വിശ്വാസമെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഇത് എന്താണ് നിങ്ങൾ പറയേണ്ടത്, എന്താണ് ആ സെൻറ്റൻസ്, അതുപോലെ അതെങ്ങനെയാണ് പറയേണ്ടത്, എത്ര ദിവസം പറയണം, എങ്ങനെയാണ് അത് പറഞ്ഞാൽ എന്താണ് നിങ്ങളിലുണ്ടാകുന്ന മാറ്റം, എങ്ങനെ അത് നമ്മളിൽ പ്രവർത്തിക്കുന്നു, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യമേ തന്നെ എന്താണ് പറയേണ്ടതെന്നും ഞാൻ ആദ്യമേ പറയാം കേട്ടോ. സെൻറ്റൻസ് എന്താണെന്ന് പറയേണ്ടത് ഇങ്ങനെയാണ്: ഡിയർ യൂണിവേഴ്സ്, നീ എനിക്കായി പ്രവർത്തിക്കുവാൻ വേണ്ടി ഞാൻ തുറന്ന മനസ്സോടും പരിപൂർണ വിശ്വാസത്തോടും ഒരുങ്ങിയിരിക്കുന്നു. ഫസ്റ്റ് സെൻറ്റൻസ്: ഡിയർ യൂണിവേഴ്സ്, നീ എനിക്കായി പ്രവർത്തിക്കുന്നതിനായി ഞാൻ തുറന്ന മനസ്സോടും പരിപൂർണ വിശ്വാസത്തോടും ഒരുങ്ങിയിരിക്കുന്നു. രണ്ടാമത്തേത്: എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നീ എന്നോടൊപ്പം ക്രമീകരണങ്ങൾ നടത്തുന്നതായി ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നീ എന്നോടൊപ്പം ചേർന്ന് ക്രമീകരണങ്ങൾ നടത്തുന്നതായി ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഇത് രണ്ടാമത്തെ സെൻറ്റൻസ്. മൂന്നാമത്തേത്: ഇന്ന് തന്നെ എൻ്റെ യാഥാർത്ഥ്യത്തിൽ വ്യക്തമായ അടയാളം ലഭിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് തന്നെ എൻ്റെ യാഥാർത്ഥ്യത്തിൽ വ്യക്തമായ അടയാളം ലഭിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇതാണ് 3 സെൻറ്റൻസ്. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് തോന്നാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് പോകും. എന്താണ് ഇത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപും പറയണം. പറയേണ്ടുന്നത് 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുക. കാരണം നമ്മൾ ഏതൊരു പ്രാക്ടീസും 21 ഡേയ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും എന്നാണ് പറയപ്പെടുന്നത്. 21 ഡേയ്സ് പറയുമ്പോൾ അതൊന്ന്. 2, നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും 21 ഡേയ്സ് കൺസിസ്റ്റൻസിയോടെ നിങ്ങളിത് പറയാൻ ശ്രമിക്കുക. അപ്പോൾ 21 ഡേയ്സാണ് നിങ്ങളിത് പറയേണ്ടത്. ഇതിൽ ആദ്യത്തെ സെൻറ്റൻസ് എന്താണ് പറയുന്നത്? യൂണിവേഴ്സ് എനിക്കായി, എൻ്റെ ആഗ്രഹങ്ങൾക്കായി എടുക്കുന്ന ഓരോ എഫേർട്ടിനും ഞാൻ അതിനോടൊപ്പം വളരെ ആത്മാർത്ഥമായിട്ടും റിസീവിങ് മോഡിൽ ഒരു ഓപ്പണായിട്ട് ഞാൻ വളരെ അത് വിശ്വസിച്ച് ഞാൻ അതിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നാണ് ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നത്. രണ്ടാമത്, നമ്മുടെ സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ യൂണിവേഴ്സ് പ്രയത്നിക്കുന്ന ഓരോ സമയത്തും ഞാൻ കാത്തിരിക്കുന്നത് എങ്ങനെയാണ്? യൂണിവേഴ്സ് എനിക്കായി അത് നടത്തിത്തരും എന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തോടു കൂടിയാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത്, നമ്മളൊരു ആഗ്രഹം യൂണിവേഴ്സിനോട് പറയുന്ന സമയത്ത് അതിനുശേഷം യൂണിവേഴ്സ് എനിക്ക് വ്യക്തമായ അടയാളങ്ങൾ കാട്ടിത്തരണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ്, എനിക്ക് യൂണിവേഴ്സ് കാട്ടിത്തരുന്ന ഓരോ അടയാളങ്ങളെയും ഞാൻ വ്യക്തമായി നിരീക്ഷിക്കുന്നു എന്നുകൂടെ അതിലുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഈ 21 ഡേയ്സ് പറഞ്ഞാൽ നിങ്ങൾക്കതിൽ നിന്നും ഒരു മാറ്റം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വർക്കാകുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് ചിന്തകളാണല്ലേ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പറയുന്നത്? ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തും ഉറങ്ങാൻ പോകുന്ന സമയത്തും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് പ്രവർത്തിക്കണം, അതിന് ഞാൻ വിശ്വസിക്കുന്നു, അതിനെനിക്ക് വ്യക്തമായ സൂചനകൾ യൂണിവേഴ്സ് നൽകണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോകുന്ന ഓരോ ചിന്തകളും സബ് കോൺഷ്യസ് മൈൻഡ് ഫിൽട്ടർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമിതമായി നെഗറ്റീവ് ചിന്തകളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, നമ്മുടെ ആഗ്രഹം ചിന്തിക്കുന്നതിനോടൊപ്പം അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് കൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അതും ഫിൽട്ടർ ചെയ്യപ്പെടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ. അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ഇത് ഓരോ നിമിഷവും നിങ്ങൾ ഇത് പറയുന്ന സമയത്തും ഈ പ്രാക്ടീസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് കാണിക്കുന്ന സൂചനകളെ നിങ്ങൾ കോൺഷ്യസ് ആയി ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. എന്തൊക്കെ പോസിറ്റിവിറ്റിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ചെറുതുമാകട്ടെ വലുതുമാകട്ടെ. നിങ്ങൾക്കിന്ന് സന്തോഷിക്കാൻ കഴിഞ്ഞോ? എന്ത് കാര്യത്തിനാണ് നിങ്ങളിന്ന് സന്തോഷിച്ചത്? അൺഎക്സ്പെക്റ്റഡായി ഇന്ന് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺഷ്യസ് ആയി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഇത് പറയുന്നതിനോടൊപ്പം. കാരണം ലാസ്റ്റ് ലൈൻ അതാണ് പറയുന്നത്, വ്യക്തമായ അടയാളം എനിക്ക് കാട്ടിത്തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ യൂണിവേഴ്സ് ഉറപ്പായി നിങ്ങൾ ആത്മാർത്ഥമായി കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായ സൂചന
സൂചനകൾ നൽകും. ആ സൂചനകളെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ 21 ഡേയ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സബ് കോൺഷ്യസ് മൈൻഡ് ഫിൽട്ടർ ചെയ്യുന്നതും വളരെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകളായിരിക്കും. ക്രമേണ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോസിറ്റീവ് ചിന്തകളും അതിൻ്റെ ഫിൽട്രേഷൻ്റെ അളവ് എന്ത് ചെയ്യും, കൂടി വരുന്നതോടൊപ്പം നമ്മുടെ മാനിഫെസ്റ്റേഷൻസും വർക്കാകാൻ തുടങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രാക്ടീസ് അത്രയും യൂസ്ഫുൾ ആണെന്ന് പറയാൻ കാരണം. ഇത് ഫുൾ ആൻഡ് ഫുൾ ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്ത് ചിന്തകളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അധികം വരേണ്ടത്, എന്ത് ചിന്തകളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിൽ നിന്നും ഫിൽട്ടർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ ചുറ്റിപ്പറ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വച്ചിട്ട് വേണം ഈ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ. അതിനോടൊപ്പം നിങ്ങൾ പറയുന്നതിനോടൊപ്പം എത്ര തന്നെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിരുന്നാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പോസിറ്റീവ് കാര്യങ്ങളെയും ഒബ്സർവ് ചെയ്ത് പോകാനും ശ്രമിക്കുക. ആ ഒരു നിങ്ങൾ എത്രത്തോളം ഒബ്സർവ് ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഫിൽട്ടർ ചെയ്യും, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് നിരന്തരമായി പോസിറ്റിവിറ്റീസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത്രയും പോസിറ്റിവിറ്റീസ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലും എന്നെ കാത്തിരിക്കുന്നു എന്ന ചിന്ത നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു 21 ഡേയ്സ് കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഫസ്റ്റ് ഡേ പ്രാക്ടീസ് മുതൽ ലാസ്റ്റ് ഡേ പ്രാക്ടീസ് വരെ എന്തൊക്കെയാണ് പോസിറ്റിവിറ്റീസ് ചെറുതും വലുതും നടന്നതെന്ന് ഒബ്സർവ് ചെയ്യുക. മനസ്സിലെപ്പോഴും ചിന്തിക്കുക, ഞാൻ എന്ത് ആഗ്രഹമാണോ യൂണിവേഴ്സിന് കൊടുക്കുന്നത് അതിന് വ്യക്തമായ അടയാളം ഇന്നു മുതൽ യൂണിവേഴ്സ് എനിക്ക് നൽകിക്കൊണ്ടേയിരിക്കും, ഞാനത് കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളൊരു ബോധവും നിങ്ങൾക്കുണ്ടാക്കുക. അത്ര മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഈ ഒരു പ്രാക്ടീസിന്. അപ്പോൾ ഈ 21 ഡേയ്സ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒരു പ്രാർത്ഥന എന്ന് മനസ്സിൽ വിചാരിച്ച് പറഞ്ഞു നോക്കൂ. ഉറപ്പായിട്ടും ഈ 21 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾ ആ 21 ഡേയ്സ് എങ്ങനെയാണെന്നൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഒരുപാട് മിറാക്കിൾസ് അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റിവിറ്റി നിറഞ്ഞതായിരിക്കും ഈ ഒരു 21 ഡേയ്സും കേട്ടോ. അപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ് ഒക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നിങ്ങളത് പറഞ്ഞ് തന്നെ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.